ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ ദൈവമാതാവ് ആത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കുകയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇന്ന് തിരുനാളായി കൊണ്ടാടുന്നത്, മറിയം എലിസബത്തിനെ സന്ദർശിച്ചത്. അപ്പോൾ ഒത്തിരിയേറെ ആഴത്തിലുള്ള അറിവ് മറിയത്തെക്കുറിച്ചുള്ള ബോധ്യവും തരുന്ന ഒരു സുവിശേഷമാണ് ഇന്നത്തേത്. പലപ്പോഴും പല വിഭാഗങ്ങളും, ക്രിസ്തീയ വിഭാഗങ്ങളും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ചിലപ്പോഴെങ്കിലും മറിയത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. മറിയത്തെ എങ്ങനെയാണ് തിരുസഭ ആദരിക്കുന്നതെന്ന് ബഹുമാനിക്കുന്നതെന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ സുവിശേഷ ഭാഗം മനസ്സിലാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ദൈവാനുഗ്രഹത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അബ്രഹാത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാത്തിന് ദൈവം കൊടുക്കുന്നൊരു വാക്കുണ്ട്: നീ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും, നീ ആരെങ്കിലും അനുഗ്രഹിക്കാതിരുന്നാൽ ഞാൻ അവരെ അനുഗ്രഹിക്കില്ല എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്, വചനഭാഗം. അതായത് അബ്രഹാം അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അബ്രഹാം അനുഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അബ്രഹാം അവരുടെ നേർക്ക് കരങ്ങൾ നീട്ടുമ്പോൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പം ഈ ലോകത്ത് ഏതൊക്കെ മനുഷ്യർ അനുഗ്രഹിച്ചാലും അനുഗ്രഹം തരുന്നത് ദൈവമാണ്. അവരൊരു നിമിത്തമോ ഉപകരണമോ ആയി മാറുന്നു എന്നാണ്. മറിയം ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാണ് എന്ന് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ സാന്നിധ്യം, അവൾ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ വരുന്നത് ഒറ്റയ്ക്കല്ല, അവൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അതുപോലെ അവൾ അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് നിറയുന്നത്. ആ ഭവനം, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന എലിസബത്തും കുഞ്ചുമൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നാണ്. അപ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഗ്രഹം നിറയ്ക്കുന്നത്. മറിയം അതിൻ്റെ ഉപകരണമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ എലിസബത്തിനെ നമുക്ക് ഒന്ന് ധ്യാനിക്കുമ്പോൾ, എലിസബത്ത് വളരെയധികം സങ്കടത്തിൽ കഴിഞ്ഞിരുന്ന, പ്രായമേറെയായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കുഞ്ഞിനെ ലഭിച്ച അനുഗ്രഹീതയായ ഒരു അമ്മയാണ്. പക്ഷെ അവൾക്കിപ്പോൾ പരിചരണം ആവശ്യമുണ്ട്. പ്രായമേറെയായിട്ടുണ്ട്, ഇപ്പോൾ ഗർഭവതിയാണ്. അപ്പോൾ പരിചരണം ഒത്തിരിയധികം ആവശ്യമുണ്ട്. അപ്പോൾ ഈ എലിസബത്ത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിചരണമൊക്കെ ആവശ്യമുള്ള മനുഷ്യരുടെ ഉദാഹരണം. എല്ലാ മനുഷ്യരും അതുപോലെയാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ദൈവാനുഗ്രഹവും ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ ആവശ്യമാണ്, ഒരു പരിചരണം ആവശ്യമാണ്, ഒരു ദൈവികമായ ഇടപെടൽ ആവശ്യമാണ്. അവിടെ നമുക്ക് മറിയത്തെ അവളുടെ മാധ്യസ്ഥം തേടാം എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം മറിയത്തിൻ്റെ ആ സാന്നിധ്യം, പരിചരിക്കാനായി വരുന്ന സാന്നിധ്യം, അവൾ പരിചരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ദൈവാത്മാവിനെ കൊണ്ടും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടുമാണ്. ഒരു മനുഷ്യർ ഇതിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് എങ്ങനെയാണ്? ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹമായും സംരക്ഷണമായും ഒരു മനുഷ്യനെ പൊതിയുമ്പോൾ അതിൻ്റെ ഉപകരണമായി മറിയം മാറുന്നു എന്ന സുവിശേഷം നമുക്ക് കാണിക്കുകയാണ്. അവളുടെ സാന്നിധ്യം ഇത് ഇവിടെ മാത്രമല്ല, കാനായിലെ കല്യാണ വിരുന്നിലും ആ കുടുംബത്തിൽ അവൾ ഇടപെടുമ്പോൾ അവളല്ലല്ലോ വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്നത്, ക്രിസ്തുവാണ് വെള്ളം വീഞ്ഞാക്കുന്നത്. അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത്. പക്ഷേ മറിയം ഉപകരണമായി മാറുകയാണ്, ശക്തമായ ഉപകരണമായി മാറുകയാണ്. അതുകൊണ്ടാണ് തിരുസഭ മറിയത്തെ വലിയ മാധ്യസ്ഥയായി കാണുന്നത്. കാരണം അവളുടെ സാന്നിധ്യം, ത്രിത്വിക ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ ഉണ്ടാക്കും. അവളൊരു അമ്മ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പെരുമാറും. നോക്കണം, എലിസബത്തും മറിയവും ഇതെടുക്കുമ്പോൾ എലിസബത്ത് അവളുടെ ചാർച്ചക്കാരിയാണ്, പ്രായം കൂടിയ സ്ത്രീയാണ്. മറിയത്തിൻ്റെ അമ്മയുടെ പ്രായമൊക്കെ വരും ഈ എലിസബത്തിന്. എന്നിട്ടും മറിയം അവളെ അമ്മയായി ശുശ്രൂഷിക്കുകയാണ്, ഒരു അമ്മയെപ്പോലെ അവളെ പരിചരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവ ഗുണം. അവളുടെ മനസ്സിൽ തന്നെ, അവൾ ക്രിസ്തുവിനെ വഹിച്ച നിമിഷം മുതൽ തന്നെ അവൾ ലോകത്തിൻ്റെ അമ്മയായി മാറി എന്നുള്ളതാണ്. ക്രിസ്തു ഈ ലോകത്തിൻ്റെ നാഥനായിരിക്കുന്നത് പോലെ അവൾ ആ നാഥൻ്റെ മക്കളെ മുഴുവനും അവളും സ്വന്തം മക്കളായി കണ്ടുവന്നാണ്. അത് ക്രിസ്തു അവളുടെ ഉദരത്തിൽ വന്നപ്പോൾ മുതലേ അവൾക്ക് സംഭവിച്ചൊരു മാറ്റമാണ്. അവൾ എല്ലാ മനുഷ്യരെയും മക്കളായി കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് അവൾക്ക് ശുശ്രൂഷയുടെ കാലമായിരുന്നു, അവളെല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ് ജീവിതത്തിൽ. ഇപ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യം വിളിക്കാൻ നമ്മൾ മടിക്കരുത്. അവൾ സന്ദർശിക്കുമ്പോൾ അവൾ ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ അനുഗ്രഹിച്ചിട്ട് അവൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൾ നമ്മുടെ ഭവനം വിട്ടു പോവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൾ മാറി നിൽക്കുകയുള്ളൂ. അവൾ നമ്മളെ പൂർണ്ണമായും ദൈവാനുഗ്രഹം വാങ്ങിത്തരുന്ന ഒരു സാന്നിധ്യമാണ്. യാക്കോബിനെയൊക്കെ പോലെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടില്ല എന്ന് യാക്കോബ് മാലാഖയോട് പറഞ്ഞതുപോലെ മറിയം ദൈവം നമ്മെ അനുഗ്രഹിപ്പിക്കാതെ ദൈവത്തെ വിടില്ല.
മുറുകെ പിടിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന സാന്നിധ്യം. ഇപ്പോൾ മറിയത്തെ കൂടുതൽ ഭക്തിയോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. ഈ മറിയത്തെ പോലെ തന്നെ ഒരു മാതൃക നമുക്ക് കാണാം. കാരണം തിരുസഭ ആദിമകാലം മുതലേ മറിയത്തെ സഭയുടെ മാതൃകയായിട്ടാണ് കണ്ടിരുന്നത്. ഓരോ മനുഷ്യൻ്റെ, സഭയിലെ ഓരോ വ്യക്തികളുടെ മാതൃകയാണ് മറിയം. മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്ന അങ്ങനെയാണ്. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്, ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച ഉടനെ അവൾ ചെയ്തത്, അവൾക്ക് കിട്ടിയ അനുഗ്രഹം പങ്കുവെക്കാനായി അവൾ ഓടുകയാണ്. സഭയിലെ ഏറ്റവും വലിയ ഒരു മാതൃക ഇതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവാനുഗ്രഹത്തെ പങ്കുവെക്കുന്ന മനുഷ്യരായി ഞാൻ മാറണം. അപ്പോഴാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഞാൻ പരിശുദ്ധ അമ്മയെ അനുഗ്രഹത്തിന് മാത്രം കൂട്ടുപിടിക്കുന്ന ഒരാളാകാതെ അവളെ മാതൃകയാക്കുന്ന ഒരാൾ കൂടെയായി മാറുന്നത്. മറിയത്തെ പോലെ കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ ഈ ലോകം മുഴുവൻ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവും. എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഭവനങ്ങളിലേക്കും മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. ഞാനും മറിയത്തെ പോലെ ആയിത്തീരും. അതാണ് പരിശുദ്ധാത്മാവും ദൈവവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളും മറിയത്തെ പോലെ കൃപകൾ പങ്കുവെക്കുന്ന മനുഷ്യരായി മാറണം. അപ്പോൾ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്ന മനുഷ്യരായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം എലിസബത്ത് അമ്മയെ പോലെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.